ആരാടാ അത്? ഒരു മലപ്പുറംകാരൻ കാൽപന്തുകാരൻ, ഒരു നവീൻ. ജോൺ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് അവൻ ഗ്രൗണ്ടിലേക്ക് നടന്നു. ആരാടാ നവീൻ? രുദ്രൻ നല്ല ദേഷ്യത്തിൽ ചോദിച്ചത് കേട്ട് അവിടെയുള്ള ആൺകുട്ടികൾ ഒന്ന് ഭയന്നു. ചോദിച്ചത് കേട്ടില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ആർക്കെ അത്? അവിടെ ഇവിടെയുള്ള ഒരു കൊച്ചു പേടിച്ച് പേടിച്ച് പറഞ്ഞു. അവൻ ആ കുട്ടിയെ നോക്കി. എവിടെ ഡാ എന്നു പറഞ്ഞ് അലറി. അപ്പോൾ ഒരു ബോൾ ചൂണ്ടുവിരൽ കറക്കി അവൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാവരും അവരെ തന്നെ നോക്കി. രുദ്രനെ കണ്ടതും നെവിൻ ഒന്ന് ഞെട്ടി. ജോണിൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുക്കി. ഏയ് കാർത്തി, നീ എന്താ ഇവിടെ? നെവിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിനു, നീ എന്നു പറഞ്ഞു. രണ്ടുപേരും ആഞ്ഞു പുണർന്നു. അവരുടെ സ്നേഹം കണ്ട് ചുറ്റുമുള്ളവർ വായ് പൊളിച്ചു നോക്കി നിന്നു. നീയാണോ ഡാ രുദ്രൻ? ചിരിച്ചുകൊണ്ട് നെവിൻ ചോദിച്ചു. ആ ഡാ പുല്ലേ, ഞാൻ തന്നെ. എൻ്റെ കോളേജാണ് ഇത്. ഈ രുദ്രൻ നാഥ് കാർത്തിയേയൻ ഭരിക്കുന്ന ഡാ സാമ്രാജ്യം. ഡാ അളിയ, എന്താ ഇത്? ഇവൻ ആരാ? ജോൺ സംശയത്തോടെ ചോദിച്ചു. ഇവൻ എൻ്റെ. രുദ്രൻ പറയാൻ വന്നതും നെവിൻ തടഞ്ഞു. ഏയ്, ഞാൻ പറയാം. ഞാൻ കാർത്തിൻ്റെ. ഡാ കോപ്പേ, ചേട്ടാ എന്ന് വിളിക്കടാ. രുദ്രൻ കുസൃതിയോടെ നെവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അയ്യോ, നിങ്ങൾ ശരിക്കും ആരാ? ആരേലും പറ. ജോൺ തലയിൽ കൈവച്ച് പറഞ്ഞു. അവർ ചിരിച്ചു. കാർത്തിയേട്ടൻ വകയിലെ ഒരു അനിയനാ ഞാൻ. ബ്ലഡ് റിലേഷൻ ആണ്. നെവിൻ തല ഉയർത്തി പറഞ്ഞു. ഏഹാ, അനിയനോ? എനിക്ക് മനസ്സിലായില്ല. ജോൺ സംശയത്തോടെ ചോദിച്ചു. ഡാ മൈ ഡിയറേ, ഇവനെ അന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ഒരു കളിക്ക് പോയത് മലപ്പുറത്ത്. അപ്പോൾ അവിടെ വെച്ച് ആക്സിഡൻറ്റ് പറ്റിയില്ലേ? അപ്പോൾ എന്നെ ഹോസ്റ്റലിലാക്കിയതും ബ്ലഡ് തന്നതും എല്ലാം ഇവനാ. അതാ ഇവൻ പറഞ്ഞ് ബ്ലഡ് റിലേഷൻ. നെവിൻ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഹാ, എനിക്ക് ഓർമ്മയുണ്ട്. അത് ഇവനാണ് അല്ലേ? ഡാ മച്ചു, നീ അന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കാർത്തി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. താങ്ക്സ് ഡാ. അവൻ്റെ കൈ കോർത്ത് ജോൺ പറഞ്ഞു. അത് ഒന്നും വേണ്ട ബ്രോ. എൻ്റെ കൂടെ കാർത്തിയാണ് ഇപ്പോൾ. ഈ പുള്ളി എല്ലാം കഴിഞ്ഞിട്ടും എന്നെ മറക്കാതെ വിളിച്ചു സംസാരിച്ചു. എൻ്റെ ഏട്ടൻ. നവീൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് ആർക്കേനെ കെട്ടിപ്പിടിച്ചു. എന്താടാ ഇത്? ഡാ, ചോദിക്കാൻ വിട്ടു. എന്താ ഇവിടെ? അതോ, പപ്പയ്ക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ വന്നു ചേർന്നു. ഓ, എന്നാ ഇനി നീ തന്നെ ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിക്കോ ബ്രോ. ജോൺ നെവിൻ നോക്കി പറഞ്ഞു. അയ്യോ വേണ്ട, കാൽപന്തിൻ്റെ രാജാവ് ഇപ്പോഴാണ് ഞാൻ. കാർത്തിയേട്ടൻ മതി. നിങ്ങളുടെ എല്ലാവരുടെയും ആർക്കെ തന്നെ ക്യാപ്റ്റൻ. ആർക്കേനെ ചേർത്ത് പിടിച്ച് നെവിൻ പറഞ്ഞു. ഡാ വേണ്ട, നീ മതി. ഞാൻ. നോ ഏട്ടാ, തന്നെ മതി. എല്ലാവരും ഉറക്കെ പറഞ്ഞു. അങ്ങനെ ആർക്കെ ക്യാപ്റ്റനായി. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. എല്ലാവരും അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. വകമരച്ചോട്ടിൽ ബുള്ളറ്റിൻ്റെ ഏതോ പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ രുദ്രൻ. അപ്പോഴാണ് കാവ്യ അങ്ങോട്ട് വന്നത്. ഡാ പൊട്ട, ടൂർണമെൻറ്റ് വരുന്നുണ്ട്. നീ അല്ലേ ക്യാപ്റ്റൻ? അപ്പോൾ പൊളിക്കും. കാവ്യ അവൻ്റെ ഷോൾഡറിൽ കൈവച്ച് പറഞ്ഞു. ഡി, എനിക്കൊരു താല്പര്യമില്ല. എന്തോ പോലെ. എന്തു പറ്റിടാ? ഒന്നുമില്ല. എന്നാലും മര്യാദയ്ക്ക് പോകണം. തൃശ്ശൂരാണ്. പോയിട്ട് വാടാ. അവൾ ചിരിച്ചു. ഡി കോപ്പേ, തോക്കാനാണോ? തോക്കില്ല, അത് എനിക്ക് ഉറപ്പാ. ജയിക്കും, എനിക്കറിയാം. പ്ലീസ് പോണം. നമ്മുടെ കോളേജിന് വേണ്ടിയല്ലേടാ. അവൾ ഒരു കൊഞ്ചലോടെ പറഞ്ഞു. യെസ്, ഞാൻ പോയി പ്രിൻസിക്ക് പേര് കൊണ്ടു കൊടുക്കട്ടെ. അവൾ ഓടുന്നത് നോക്കി അവൻ നിന്നു. അവൾ പേര് കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് കൈ തുടങ്ങി. FP5 അവരുടെ കളി ഇന്ന്. FP3 നാളെ അവർ പോകും ജോബിൻ്റെ വീട്ടിൽ. ഡാ വായോ, നമുക്ക് പുറത്തു പോയി വരാം. കാവ്യ പറഞ്ഞത് കേട്ട് രുദ്രൻ ഓക്കെ പറഞ്ഞു. ഓക്കെ ഡി, വാ പോവാം. ഡാ ജോബിനെ, വായോ, ഷോപ്പിങ്ങിന് പോവാം. എനിക്കടാ കോപ്പേ. സോഫയിൽ കിടക്കുന്ന ജോബിനെ തട്ടി വിളിക്കാണ് ആർക്കെ. ഞാൻ ഒന്നും ഇല്ലടാ, എനിക്ക് വയ്യ. നിങ്ങൾ പോയിട്ട് വായോ, ചെല്ല്.
വാടാ കോപ്പേ, ആർക്കെ ദേഷ്യത്തിൽ വിളിച്ചു. ഇല്ലടാ, പ്ലീസ് നിങ്ങൾ ചെല്ല്, നമുക്ക് പോകാം, വായോടാ. കാവ്യ പറഞ്ഞു കേട്ട് ആർക്കെ പുറത്തേക്ക് നടന്നു. ഡി, അവൻ്റെ കയ്യിൽ നിന്നും ബുള്ളറ്റിൻ്റെ കീ വാങ്ങിക്കോ. കീ വാങ്ങി അവൾ പോവാൻ നിന്നതും ജോബിൻ വിളിച്ചു. എടി കാവ്യേ. എന്താടാ? എല്ലാം നീ പറയോ ഇന്ന്? മര്യാദക്ക് പറഞ്ഞോണം ഡാ. അത് ശരിയാവില്ല. അവൻ എന്നെ ഇഷ്ടമല്ലെങ്കിലോ? പിന്നെ അതുമല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൾ മടിച്ചു പറഞ്ഞു. എടി പൊട്ടത്തി, നിനക്ക് അറിയാലോ, അവനാണെങ്കിൽ നീ പറഞ്ഞാലേ കേൾക്കൂ. പിന്നെ നിന്നെ അവൻ കുഞ്ഞുനാൾ തൊട്ടേ അറിയാം, വീട്ടിൽ സമ്മതിക്കും. പിന്നെ എന്താടി? അത് ഒക്കെ ശരിയാ, എന്നാലും. ഒരു എന്നാലുമില്ല. പിന്നെ ഞാൻ വരാത്തത് നിങ്ങൾ ഒറ്റക്കാവുമ്പോൾ നിനക്ക് പറയാലോ എന്നും കരുതിട്ടാ. ഓക്കെ, ഞാൻ പറയാം ഇന്ന്. ഓക്കെ ഡൺ. പറഞ്ഞെങ്കിലും ഞാൻ നിന്നെ കൊല്ലും. പെട്ടെന്ന് ആർക്കെ അവിടെ നിന്നും വിളിച്ചു. ഡി കാവ്യ, വാടി കോപ്പേ. ത്യാ വാ. വരാടാ. ജിബിനെ പോയിട്ട് വരാം, ബൈ. ഒക്കെ പറഞ്ഞ പോലെ. ഓക്കെ, അതും പറഞ്ഞ് അവർ പോയി. കാവ്യയും രുദ്രനും ജോബിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. അവർ സിറ്റിയിൽ പോയി ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. കാവ്യയുടെ നിർബന്ധം കാരണം ബീച്ചിൽ പോയി തിരകൾ എണ്ണി ആ മണൽ തരികൾ ഇരുന്നു. എടാ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൾ മടിച്ചു പറഞ്ഞു. ഹാ, എന്താടി പറ. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ ശ്വാസമെടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കോളേജിൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ലവേഴ്സ് ആണെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അവനെ നോക്കി. ഏത് മോനാടി അങ്ങനെ വിചാരിച്ചേ? അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ, കൊല്ലും ഞാൻ. അന്ന് തന്നെ ആ ശാലിനിയെ കൊല്ലേണ്ടതാ. അതും എൻ്റെ പെങ്ങളെ പറ്റി പറഞ്ഞ ആ മോളെ. അതും പറഞ്ഞ് അവൻ മുഷ്ടി ചുരുട്ടി. പിന്നെ നീ പറഞ്ഞ കാരണം എന്താ പെങ്ങളെ? അവൻ പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ചോദിച്ചു. എന്താടി, നീ എൻ്റെ പെങ്ങൾ തന്നെയാ, എൻ്റെ സ്വന്തം പെങ്ങൾ. ഇത് ഇപ്പോൾ ആരും എന്തു പറഞ്ഞാലും മാറില്ല. എന്തേ, ഞാൻ നിൻ്റെ ചേട്ടനല്ലേ? അല്ലാതെ പിന്നെ, നീ എൻ്റെ സ്വന്തം ചേട്ടനല്ലേ? അവൾ ഇടർച്ചയോടെ പറഞ്ഞു. ഏയ്, എന്താടി വിഷമിക്കുന്നേ? ഞാൻ ഇല്ലേ കൂടെ? അവളുടെ കൈകൾ പിടിച്ചു പറഞ്ഞു. അവൾ ഒന്ന് മൂളി. ഡി പൊട്ടി, ഐസ്ക്രീം വേണോ? അവൻ അവളുടെ തലയിൽ തട്ടി ചോദിച്ചു. വേണ്ടടാ, നമുക്ക് പോവാം, വായോ. അല്ല, നിനക്ക് എന്ത് പറ്റിയടി കോപ്പേ? അല്ലെങ്കിലും ചാടിക്കേറി വാങ്ങാൻ പറയല്ലോ. എന്താ നിനക്ക് വയ്യേ? അവൻ ആദിയോടെ ചോദിച്ചു. ഒന്നുമില്ല എൻ്റെ കാർത്തിയേട്ടാ, അവൾ തൊയ്തു കൊണ്ട് പറഞ്ഞ്. അവർ ചിരിച്ചു. ഈ പെണ്ണ്, വാ പോവാം. പോകുന്ന വഴിയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അവൻ കാണാതെ വിദഗ്ധമായി മറച്ചു. അവളുടെ വീടിൻ്റെ മുന്നിലെത്തിയതും അവൾ ഇറങ്ങി അകത്തേക്ക് പോയി. മുന്നിൽ കാവ്യയുടെ അച്ഛൻ പത്മരാജ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അദ്ദേഹം ചോദിച്ചു. കാർത്തി, പോവാണോ? ആ അച്ഛാ, പോവാ. ഇന്ന് പുലർച്ചക്ക് പോവും. അതിന് ഇത്തിരി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാ. അപ്പോൾ ശരി. ഡാ, കഴിച്ചിട്ട് പോവാടാ. അയ്യോ വേണ്ട, ഇന്നെങ്കിലും വീട്ടിലൊന്ന് പോണം, ഇനിയെങ്കിലും വീടിൻ്റെ പുറത്ത് ഞാൻ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി മോനെ. ഓക്കെ അച്ഛാ, പോവാട്ടോ. അവളോട് പറഞ്ഞേക്ക്, അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. ആടാ. അതും പറഞ്ഞ് അവൻ പോയി. അവൻ പോകുന്നത് നോക്കി കാവ്യ കണ്ണുറുകി കണ്ണുകൾ അടച്ച് ശ്വാസമെടുത്തു. ആർക്കിൻ്റെ വീട് പാലക്കാടുള്ള ഗ്രാമത്തിലാണ്. അവൻ്റെ വീട് ഒരു പഴയ മോഡൽ തറവാട്, ശ്രീമംഗളം. കേശവൻ്റെയും സുചിത്രയുടെയും ഒരേ ഒരു മകനാണ് രുദ്രൻ കാർത്തികേയൻ. സുചിത്ര ഒരു പാവം നാട്ടുപുറത്തുകാരിയാണ്. ശരിക്കും പാവാട്ടോ. രുദ്രൻ്റെ അച്ഛൻ മരിച്ചു, അതുകൊണ്ട് അവനെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. പിന്നെയുള്ളത് അച്ഛൻ്റെ അനിയനാണ്. അവരുമായും അധികം ബന്ധമില്ല. അവൻ്റെ അമ്മൻ്റെ അച്ഛൻ്റെ പ്രണയം വിവാഹമായിരുന്നു. അതുകൊണ്ട് സുചിത്രൻ്റെ വീട്ടുകാർ അവരെ പണ്ടേ ഉപേക്ഷിച്ചതാ. കേശവൻ മരിച്ചതോടെ സുചിത്രയും മീനാക്ഷിയും കേശവൻ്റെ അമ്മ, പിന്നെ രുദ്രൻ ഒറ്റക്കായി. എല്ലാത്തിനും കൂട്ടായി ഉണ്ടായത് ജോണിൻ്റെ കുടുംബം കാവ്യൻ്റെ കുടുംബമാണ്. അത്രയ്ക്കും സ്നേഹമാണ് അവരുടെ കുടുംബമായി. ചില ബന്ധങ്ങൾ അങ്ങനെയല്ലേ, രക്തബന്ധത്തേക്കാൾ ഉറപ്പ് ഉണ്ടാവും ചില സൗഹൃദ ബന്ധങ്ങൾ. അമ്മ പുറത്തു നിന്ന് ഷൂ ഊരി അകത്തേക്ക് നോക്കി വിളിച്ചു. ഓ,
വന്നോ തെമ്മാടി? അവനെ നോക്കി മീനാക്ഷി അമ്മ പറഞ്ഞു. ആ വന്നല്ലോ എൻ്റെ മിന്നമ്മൻ്റെ തമ്മാടി, മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. എന്താ കാർത്തികി, നിനക്ക് വരാൻ തോന്നിയേ? ഒരു ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് തൃശ്ശൂർ വരെ പോവേണ്ടി വരും. അപ്പോഴേക്കും എൻ്റെ മീനമ്മനെയും സുജമ്മനെയും കാണാൻ തോന്നിട്ടെന്നെ. അല്ലാതെ സുജമ്മ ഇവിടെ കാണാനില്ലല്ലോ. അവൻ ചുറ്റും നോക്കി ചോദിച്ചു. ആ നടക്കട്ടെ നിന്റെ കളിയൊക്കെ. അതും പറഞ്ഞ് മുത്തശ്ശി സുജയെ വിളിച്ചു. സുജ, സുജ, ദേ കാർത്തി. അവൻ ചുണ്ടിൽ കൈവച്ച് മിണ്ടല്ലേ എന്ന് പറഞ്ഞു. എന്താ അമ്മ വിളിച്ചേ? ഞാൻ അവിടെ ശിവരാം പിള്ള വന്നിട്ട് ആളോട് കാർത്തിൻ്റെ കാര്യം പറയായിരുന്നു. സുജ അകത്തേക്ക് വരുന്ന വഴി പറഞ്ഞു. അതൊക്കെ പിന്നെ നോക്കാം. കുട്ടി നീ ഇങ്ങ് വന്നേ. ആഹാ എന്താ അമ്മ എന്നും പറഞ്ഞു നോക്കിയതും മുന്നിൽ അവൻ കയറി നിന്നു. മോനെ കാർത്തി, നീ അവൻ്റെ തലയിൽ തലോടി സുജൻ്റെ മീകൾ നിറഞ്ഞു. അയ്യേ സുജമ്മ കരയുന്ന. ഇത് എന്തിനാ ഇപ്പോൾ കരയണേ? ഞാനില്ലേ ഇവിടെ? എത്ര നായി എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട്. ഞാൻ കരുതി ഇനി കളി കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന്. എൻ്റെ 2 അമ്മമാരും അനുഗ്രഹമില്ലാണ്ട് ഞാൻ അങ്ങനെ പോവോ എൻ്റെ സുജക്കുട്ടി? അവൻ ചിരിച്ചുകൊണ്ട് സുജയുടെ കവിളിൽ നുള്ളി. പോ ചെക്ക. അല്ല നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല അമ്മ, നല്ല വിശപ്പ്. എനിക്കിന്ന് 6 മണിക്ക് പോകണം. 6 മണിക്കോ? കാർത്തി വിഷമത്തോടെ ചോദിച്ചു. രണ്ടാളുടെയും മുഖം പോയി. ഞാൻ വരുമല്ലോ. ഞാൻ വന്നിട്ട് നമ്മുടെ ടൗണിൽ വീടെടുക്കണം. പപ്പൻ്റെ ജോണിൻ്റെ പപ്പ കാർത്തി പപ്പ എന്ന തന്നെയാ വിളിക്കുക. ഏതോ ഫ്രണ്ടിൻ്റെ വീട് ആൾതാമസമില്ലാതെയുണ്ട് എന്ന് പറഞ്ഞു. അത് നമുക്ക് നോക്കാം, എന്നിട്ട് അടിച്ചു പൊളിക്കാം. എന്താ മീനമ്മ? ആഹാ കാർത്തി, നീ എന്നാ വരിക? ഞാൻ വേഗം വരുമെന്നേ. അയ്യോ എന്താ ഒരു വിശപ്പാ. വായോ നീ. സുജമ്മ അവൻ പോകുന്നതിന് വിഷമത്തിലായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ച് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ദേ പോയിട്ട് വരാട്ടോ. 2 പേരും മൂളി. നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച ഞാൻ എങ്ങനെയാ സന്തോഷത്തോടെ പോവുക? ദിയ നോക്ക്, ഒന്ന് ചിരിച്ച് രണ്ടാളും. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ് ഇല്ല കാർത്തി, നീ പോയിട്ട് വായോ, അവൻ്റെ തലോടി പറഞ്ഞു. അമ്മ. അവൻ അവരുടെ അനുഗ്രഹം വാങ്ങി. ശരി. അവൻ കണ്ണിൽ നിന്നും മായും വരെ അവർ നോക്കി നിന്നു. അവനും ഒത്തിരി വിഷമമായി. ഇന്നാണ് അവർ പോകുന്നത്. രാവിലെ തന്നെ എല്ലാ കുട്ടികളും റൗണ്ടിലുണ്ട്. കാവ്യ മിസ്, നിത മിസ്, നഗേഷ് സാർ. അവർ എല്ലാവരും പേര് വായിച്ചു. നഗേഷ് സാർ അവരെ കൊണ്ടുപോകുന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം കാവ്യ അധികം ആർക്കേനോട് സംസാരിച്ചില്ല. അവനും അങ്ങനെ മിണ്ടിയില്ല. +9 കാവ്യ ഉറക്കെ പറഞ്ഞു. ടീം ക്യാപ്റ്റൻ ആർക്കെ. സോറി രുദ്രനാഥ്. കാർത്തികേയൻ. അവൻ അവളെ നോക്കി ചിരിച്ചു, കണ്ണിറുക്കി. അവൾ ശ്രദ്ധിക്കാതെ പേര് വിളിച്ചു. ജോൺ കുരിശകൻ. ഇത്ര പേരാണ് പോകുന്നത് അല്ലേ? യെസ് മിസ്. ആർക്കെ ഈസ് ടീം ക്യാപ്റ്റൻ അല്ലേ? നിത മിസ് ആർക്കേനോട് ചോദിച്ചു. യെസ്. ഓൾ ദ ബെസ്റ്റ് ഓൾ. നിത മിസ് പോയി. രുദ്ര, കാവ്യക്ക് എന്താ പറ്റിയേ? ജോൺ സംശയത്തോടെ ചോദിച്ചു. ആർക്കെ അവനെ ഒന്ന് നോക്കി. എനിക്കറിയോ. നീ ചോദിക്ക് പോയിട്ട്. കാവ്യ എങ്ങോട്ട് വന്നേ? കാവ്യ അവരുടെ അടുത്തേക്ക് വന്നു. ഏയ് ജോൺ. +കോൾ മിസ്, അല്ലെങ്കിൽ മാം. അല്ലാതെ കാവ്യ എന്ന് വിളിക്കണ്ട. ഇത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവൾ തിരിഞ്ഞു. ആർക്കെ ജോൺ തരിച്ചു നിന്നുപോയി. എന്ന് വിളിച്ചു. രുദ്രൻ അവളുടെ അടുത്തു പോയി. ഹലോ, അവനോട് പറഞ്ഞു തന്നെയാ നിന്നോടും പറയാനുള്ളത്. ജോൺ രുദ്രനും നീ പോടി എന്നും പറഞ്ഞ് ആർക്കെ ബസ്സിൽ കയറി. എന്താ പറ്റിയേ? ജോൺ സംശയത്തോടെ ചോദിച്ചു. കാവ്യ ദേഷ്യത്തിൽ നോക്കി. അപ്പോഴാണ് അവിടെ ജോബിൻ അങ്ങോട്ട് വന്നത്. എന്താ സീൻ? ഏയ് ഒന്നുമില്ല. അതും പറഞ്ഞ് കാവ്യ പോയി. വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ജോബിൻ ജോണിനെ കൊണ്ട് മാറി നിന്നു. എന്താടാ കാര്യം? പറ. അത് പിന്നെ എന്താടാ? കാര്യം പറയടാ. ഓക്കെ പറയാം.
കാവ്യ മിസ് ആർക്കൈനെ ഇഷ്ടാ. ജോബിൻ പറഞ്ഞതും ജോൺ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടി. എന്താ നീ പറഞ്ഞേ? വിടാൻ. ഞാൻ പറഞ്ഞത് സത്യമാ. അയ്യോ, അവൻ ഇത് അറിയണ്ട. സ്വന്തം പെങ്ങളായിട്ട് അവൻ അവളെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് അവൾ. ജോൺ തലയ്ക്ക് കൈവച്ചു. എടാ, എന്നാ ആർക്കെ കാവ്യ മിസ് പറഞ്ഞില്ലേ? കേൾക്കൂ. പിന്നെ അവനും അവളോട്. ഇല്ലടാ, എനിക്ക് അവനെ അറിയാം. സ്വന്തം പെങ്ങളെ ആരേലും അങ്ങനെ കാണോ ഡാ? ചെറുപ്പം മുതലേ ഞങ്ങൾ 3 പേരും ഒരു കുടുംബം പോലെയാ കഴിയുന്നത്. എന്നിട്ട് അവളുടെ മനസ്സിൽ ഞാൻ ഒരിക്കലും തെറ്റായെന്ന് പറയാറില്ല. എന്നാ അവൻ അങ്ങനെ ഒന്നും ചിന്തിച്ചു കാണില്ല. എന്തായാലും നീ ആരോടും പറയണ്ട കേട്ടോ. ഏയ് ഇല്ല, ഞാൻ ആരോടും പറയില്ല. അതും പറഞ്ഞ് അവൻ ബസ്സിൽ കയറി. മിസ്, ഞങ്ങൾ പോവാണ്. ജോബിൻ തല പുറത്തിട്ട് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് ഓൾ. എല്ലാവരോടും കാവ്യ പറഞ്ഞു. ആർക്കെ കാവ്യയെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചും ചിരിച്ചു. കണ്ണുകൾ ചിന്നി ചിരിച്ചു കൈ വീശി കാണിച്ചു.